എല്ലാവർക്കും നമസ്കാരം. +2 ബിസിനസ് സ്റ്റഡീസ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈ ചാപ്റ്ററിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എല്ലാ വർഷവും ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും എസ്സേ വരാറ്. ഒരു എസ്സേ എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതാണ്. മുൻ ചാപ്റ്ററുകളിൽ നിന്നും പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് ചാനലിലെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ചാപ്റ്റർ 10 മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ പരീക്ഷകളിൽ വന്നിരുന്ന ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. ഗുഡ് ബ്രാൻഡ് നെയിമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ എഴുതാനായിരുന്നു. ഇത് ഒരു 2018 ചോദിച്ച ക്വസ്റ്റ്യനാണ്. 3 മാർക്കായിരുന്നു ഈ ക്വസ്റ്റ്യന് വന്നിരുന്നത്. പിന്നെ രണ്ടാമത് ചോദിച്ചിരുന്നത് പാക്കേജിങ് ഈസ് കോൾഡ് ആസ് എ സൈലൻറ്റ് സെയിൽസ്മാൻ, ഗിവ് റീസൺ. ഇത് 1 വേർഡിനും ചോദിക്കാറുണ്ട്, ഏതാണ് സൈലൻറ്റ് സെയിൽസ്മാൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും 3 മാർക്കിന് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2019 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. മൂന്നാമത്, എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസിങ് ഈസ് എ സോഷ്യൽ വേസ്റ്റ്. ഗിവ് എനി 2 റീസൺ ടു സബ്സ്റ്റാൻഷിയേറ്റ് ദിസ് ക്രിറ്റിസിസം എഗെയിൻസ്റ്റ് അഡ്വർടൈസിങ്. ഇതിന് ഒരു അഡ്വർടൈസിങ്ങിൻ്റെ ലിമിറ്റേഷൻസിൽ നിന്ന് എഴുതിയാൽ മതി ഇതിൻ്റെ ആൻസർ. ഇത് 2020 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. നാലാമത്തെ, ലിസ്റ്റ് ഔട്ട് ദി അഡ്വാൻറ്റേജസ് ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് 2023 3 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അഞ്ചാമത്തെ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ്. പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റിനെ അഫക്റ്റ് ചെയ്യണത് ഏതൊക്കെ 3 ഫാക്ടേഴ്സ് എന്നാണ് ചോദിച്ചിരുന്നത്. ഇത് 2023 3 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആറാമത്തെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ. ഇത് 2019 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ 4 എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിൻ്റെ 4 എലമെൻറ്റ്സ് എഴുതാനാണ് പറഞ്ഞിരുന്നത്. അത് 4 മാർക്കിന് വന്ന ക്വസ്റ്റ്യനാണ്. 2022 ഈ ക്വസ്റ്റ്യൻ വന്നിരുന്നത്. എട്ടാമത്തെ, എക്സ്പ്ലെയിൻ എനി 5 ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ദി ഫിക്സേഷൻ ഓഫ് ദി പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ 5 ഫാക്ടേഴ്സ്, അഫക്റ്റ് ചെയ്യണ 5 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് എട്ടാമത്തെ. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഫോളോയിങ് ബ്രാൻഡിങ്, പാക്കേജിങ്, ലേബലിംഗ്. ഈ 3 കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരുന്നത്. 6 മാർക്കാണ് ഈ ക്വസ്റ്റ്യന് ലഭിച്ചിരിക്കുന്നത്. 2022 എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് ആവർത്തിച്ചു വന്ന എസ്സേകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. 10ാമത്തെ, KD കമ്പനി ഹാസ് ലോഞ്ച്ഡ് എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദി മാർക്കറ്റ്. ആസ് എ മാർക്കറ്റിംഗ് മാനേജർ സജസ്റ്റ് ദ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക് വിച്ച് KD കമ്പനി ക്യാൻ അഡോപ്റ്റ് ടു ഇൻക്രീസ് ദ സെയിൽ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. അതായത് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 2019 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതൊരു എസ്സേ ആയിരുന്നു. സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് എന്നുള്ളത് ഒരു എസ്സേ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗ്യാതറിംഗ് ആൻഡ് അനലൈസിങ് മാർക്കറ്റ് ഇൻഫോർമേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. എക്സ്പ്ലെയിൻ എനി അതർ 8 ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ 8 ഫങ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 2020 8 മാർക്കിന് ചോദിച്ച എസ്സേ ആയിരുന്നു. 12ാമത്തെ, വാട്ട് ഈസ് മാർക്കറ്റിംഗ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫങ്ഷൻസ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്തൊരു എസ്സേ ആണ്. ഇത് 2023 8 മാർക്കിന് ചോദിച്ച എസ്സേ ആയിരുന്നു. 13, വാട്ട് യു മീൻ ബൈ സെയിൽസ് പ്രൊമോഷൻ. ഇപ്പോൾ നേരത്തെ ചോദിച്ച അതേ എസ്സേ തന്നെ. സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് അതും 2023 8 മാർക്കിന് ചോദിച്ച എസ്സേ ആണ്. 14ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 8 ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. അത് കഴിഞ്ഞ വർഷം 8 മാർക്കിന് ചോദിച്ച എസ്സേ ആണ്. അപ്പോൾ ഇതിൽ എസ്സേ എന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സും മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസും. ഈ 2 എസ്സേ നിർബന്ധമായും പഠിച്ചിരിക്കണം. എല്ലാ വർഷവും മാറി മാറി ചോദിക്കുന്ന എസ്സേ ആണ്.